ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. അടുത്ത കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ക്വാളിഫയിങ് എക്സാമിനേഷൻസിൻ്റെ ഒക്കെ കാര്യം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വൈകാതെ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. സീറ്ററ്റിൻ്റെ കാര്യം നോക്കിയാലും സെറ്റിൻ്റെ കാര്യം നോക്കിയാലും ഒക്കെ വളരെ വേഗം തന്നെ നോട്ടിഫിക്കേഷൻസ് വന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വരട്ടെ, എക്സാം ഡേറ്റ് വരട്ടെ, പിന്നെ പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. എന്തായാലും പരീക്ഷകളൊക്കെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നടക്കും. കോവിഡ് ടൈമിലായിരുന്നു എക്സാമിനൊക്കെ ഒരുപാട് ലാഗ് വന്നിട്ടുള്ളതും. പിന്നീട് കറക്റ്റായിട്ട് പരീക്ഷ ഭവൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും കൃത്യമായിട്ട് 2 പരീക്ഷ എല്ലാ വർഷവും നടക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ഒക്ടോബർ 2023 എക്സാമിന് നമ്മുടെ I+ൽ നിന്ന് 150-ലധികം പേരാണ് കേറ്ററ്റ് എക്സാം പാസ്സായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കേറ്ററ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, എങ്ങനെ ഈ ഒരു എക്സാം വളരെ വേഗത്തിൽ പാസ്സാകാം, അതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കാറ്റഗറി 1ൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഘടനയും ഉള്ളടക്കവും വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഘടനയും ഉള്ളടക്കവും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഫുൾ മാർക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ എത്ര മാർക്കാണ്, 90 മാർക്ക് വാങ്ങേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പരീക്ഷ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഘടന മനസ്സിലാക്കണം. നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ കേറ്ററ്റ് 1 ആണെങ്കിൽ 3 പാർട്ടുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നോക്കിയും ശിശുവികാസവും ബോധനശാസ്ത്രവും പിന്നെ ഗണിതശാസ്ത്രം, പരിസ്ഥിതി പഠനം. അപ്പം ഓരോന്നും ഈ 3 പാർട്ട് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 30 ചോദ്യങ്ങൾ, 30 മാർക്കാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ പഠിക്കുമ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന സൈക്കോളജി ക്വസ്റ്റ്യൻസ് എന്തിനെ അടിസ്ഥാനം ഒക്കെ ആയിരിക്കും 6 മുതൽ 11 വയസ്സ് വരെ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറീസ് വെച്ച് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ കാറ്റഗറി 1ഉം 2ഉം ഒക്കെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ സൈക്കോളജി കോമൺ ആയിട്ട് പഠിച്ചാൽ പോരെ എന്ന് ചിന്തിക്കേണ്ട. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കുട്ടികളുടെ പ്രായമനുസരിച്ചുള്ള, നമ്മൾ പഠിപ്പിക്കേണ്ട ക്ലാസ്സിൻ്റെ ലെവലിനനുസരിച്ചുള്ള പ്രായം, അതനുസരിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, കൺസെപ്റ്റുകളൊക്കെ റിപ്പീറ്റാണ്. പക്ഷേ ചോദ്യം ചോദിക്കുന്ന രീതി മാറുന്നേ ഉള്ളൂ. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി തരുന്ന രീതിയിൽ ചോദ്യം പ്രത്യക്ഷപ്പെട്ടാലും നല്ല ഒരു ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അവിടെ ആൻസർ കണ്ടെത്താം. പിന്നെ പതുക്കെ എന്താണ് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലും പിന്നെ മാച്ച് ഫോളോയിങ്ങും ഒക്കെ കുറച്ച് നമ്മളത് ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിൽ വരും. അപ്പോൾ കുറച്ചധികം സമയം നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് വേണ്ടി വരും. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർത്ത് എക്സാമിന് നല്ലൊരു സ്കോർ നേടാനായിട്ട് സാധിക്കും. പിന്നെ ഗണിതശാസ്ത്രവും പരിസ്ഥിതി പഠനം ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം പലരും ചോദിക്കും, ഞങ്ങൾ പോയിരുന്ന ECERT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കട്ടെ. ഇത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. അങ്ങനെ നിങ്ങൾ മാർക്ക് നേടാനായിട്ട് ഒരുപാട് സമയമൊന്നും കളയേണ്ട ഒരു കാര്യവുമില്ല. കൃത്യമായിട്ട് ചോദ്യം ചോദിക്കുന്ന മേഖലകളുണ്ട്, അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടും അത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഓരോ ഏരിയയ്ക്കും കൊടുക്കേണ്ട സമയമുണ്ട്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അറിയാം, ചില ഏരിയ എന്താണ് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ, അതിന് ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്ന വെയിറ്റേജ് അനുസരിച്ചുകൊണ്ട് സമയം ഡിവോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വെയിറ്റേജ് അനുസരിച്ച് വേണം നിങ്ങൾ ഡിവൈഡ് ചെയ്യാനായിട്ടും. പിന്നെ 1ാം ഭാഷ 2ാം ഭാഷ, ഇപ്പം മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ, 2ാം ഭാഷ ഇംഗ്ലീഷ് ഓർ അറബിക് എന്നുള്ള ഒരു ചോയ്സാണ്. അവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പലപ്പോഴും കോംപ്രിഹെൻഷൻ ഏരിയ വരുന്ന സമയത്ത് പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ചെയ്ത് നമ്മുടെ ഒരു സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. പിന്നെ ഇവിടെ മാത്സ് വരുന്നത് കൊണ്ട് കുറച്ച് സമയം അവിടെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കണക്കുകളൊക്കെ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം, ബാക്കിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരണം. അത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം ലഭിക്കുകയുള്ളൂ. ഇനി കാറ്റഗറി 2ൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ശിശുവികാസവും ബോധനശാസ്ത്രവും 11 മുതൽ 14 വയസ്സ് വരെയുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, അതിന് കറക്റ്റായിട്ട് നിങ്ങൾ എംഫസിസ് കൊടുത്ത് പഠിക്കാം. പിന്നെ ഇതിനകത്ത് തന്നെ ഈ 30 മാർക്കിൻ്റെ അകത്ത് തന്നെ ഡിവിഷൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോളജി, അങ്ങനെ പല ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോലുള്ള ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി
വിശദമായിട്ട് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്താണ് ചോയ്സ് വരുന്നുണ്ട്. സയൻസ് ഗണിതശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടി ഗണിതവും സയൻസും, സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടി സാമൂഹ്യശാസ്ത്രം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ട്. ഇനി ഇത് രണ്ടുമല്ല, ഇപ്പം ലാംഗ്വേജ് വരുന്നതാണെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് മലയാളം ഒക്കെ എടുത്ത് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എക്സാം ഹാളിൽ ചെന്നിരുന്നിട്ട് അയ്യോ സയൻസ് വേണോ സോഷ്യൽ വേണോ അങ്ങനെ ചിന്തിക്കാനും ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം എഴുതാനുള്ള സമയമൊന്നും കിട്ടില്ല. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ ഈ ഒരു ചോയ്സാണ് സെലക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. അവിടെ ചെന്നിരുന്ന് എന്താണ് മാറ്റി ഏത് വേണം പകുതി ചെയ്യാം അങ്ങനെയുള്ള കൺഫ്യൂഷനൊന്നും വരാൻ പാടില്ല. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അവിടെ പോയി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ചെന്ന് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുന്നതെന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ബുദ്ധിപരമായിട്ട് നമ്മൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ മാത്സ് ആൻഡ് സയൻസ് ആണ് പഠിക്കുന്നത്, അത് ആണെങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിൽ ഉറപ്പിച്ച് അത് തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ദെൻ ഭാഷ സെലക്ട് ചെയ്യണം. അവിടെ നമുക്ക് എന്താണ് നിർബന്ധമായിട്ടും 2 ലാംഗ്വേജ് ചൂസ് ചെയ്തിരിക്കണം. ആദ്യം ഇപ്പം മലയാളം എടുക്കുകയാണെങ്കിൽ രണ്ടാമത് എന്താ ഒന്നാം ഭാഷ അല്ലാത്ത ഒന്നും നമുക്ക് രണ്ടാം ഭാഷയായിട്ട് എടുക്കും. അവിടെയും എന്ത് വരുന്നുണ്ട്, കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്, പെഡഗോജിക്കൽ ആസ്പെക്റ്റ് വരുന്നുണ്ട്, ഗ്രാമർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് വേണം, ആ വെയിറ്റേജ് അനുസരിച്ച് കൊണ്ട് തന്നെ സമയമെടുത്ത് പഠിച്ച് റെഡിയാക്കി കൊണ്ടുവരണം. ഇനി കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4 വരുമ്പോഴത്തേക്ക് ഒരുപോലെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാറ്റഗറി 3യിൽ ഇപ്പോൾ കൗമാര മനഃശാസ്ത്രമാണ്. 11 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ച കാറ്റഗറി 2ലാണ്. ഇതെന്താണ്, ഇപ്പോൾ കൗമാര മനഃശാസ്ത്രമാണ്. അപ്പോൾ ടീനേജ്, അപ്പോൾ അതിനെ ബേസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. പിന്നെ പഠന സിദ്ധാന്തങ്ങളും അധ്യാപന അഭിരുചിയും എല്ലാം കൂടെ ചേർന്ന് 30 മാർക്കല്ല 40 മാർക്കിൻ്റെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ കാറ്റഗറി 3ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കാം, ഈ 40 മാർക്ക് നമുക്ക് എവിടെ നിന്നാണ്, പ്യുവർലി നമ്മുടെ ഈ ഒരു സൈക്കോളജി ഏരിയയിൽ നിന്നും അതോടൊപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും പെഡഗോജിയും മിക്സ് ചെയ്തിട്ടാണ് 40 മാർക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാം, ഒന്നാം ഭാഷ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ മാർക്ക് നോക്കണം, 80 മാർക്കും. അതിൽ തന്നെ 50 മാർക്ക് എന്താണ്, നമ്മുടെ ആശയങ്ങൾ. അപ്പോൾ ആശയമാണ് എത്ര മാർക്കിന്, 50 മാർക്കിന്. ബോധനശാസ്ത്രം എത്ര മാർക്കിനാണ്, 30 മാർക്കിനും. ബോധനശാസ്ത്രം അതായത് നമ്മുടെ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചുള്ള പെഡഗോജിക്കൽ ആസ്പെക്റ്റിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഒന്ന് ഇരുത്തി ചിലപ്പം ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് എന്താണ്, എക്സ്ട്രാ ടൈം ഒന്നും കിട്ടുന്നില്ല. എല്ലായിടത്തും എന്താണ്, ടൈം കൃത്യമായിട്ട് ഇത്ര സമയമേ നമുക്കുള്ളൂ, അതിനകത്ത് നമുക്ക് ചെയ്തു തീരാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാംസ് ഒക്കെ എഴുതുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പം നിലവിൽ നമുക്കൊരു LP UP എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കാറ്റഗറി 3 എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്തമാറ്റിക്സ്, സോഷ്യൽ സ്റ്റഡീസ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം ഓൾറെഡി എക്സാം കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് വന്നു. 2026 റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് പുതിയ പരീക്ഷ നടക്കണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾക്ക് അവസരങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇനി വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഫിസിക്കൽ സയൻസ് സബ്ജക്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുവർണാവസരമാണ് മുമ്പിലുള്ള. എന്താണ്, HSA ഫിസിക്കൽ സയൻസ് ഇതുവരെ പരീക്ഷ വിളിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കേസ് നടക്കുന്നുണ്ട്. കേസ് തീർന്നാൽ തന്നെ ഉടനെ തന്നെ എന്തായിരിക്കും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത്തവണ നിങ്ങൾ പെട്ടെന്ന് കേട്ടിട്ട് എഴുതിയെടുത്താലും ഒരു പക്ഷേ എന്താണെങ്കിൽ ഒരു എക്സാം എഴുതാനുള്ള ഫിസിക്കൽ സയൻസിൻ്റെ HSA എക്സാം എഴുതാനുള്ള അവസരം കിട്ടുന്നതാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഏറ്റവും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, കേറ്റഡ് പരീക്ഷ എഴുതി എടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ പാസ്സാവുക എന്ന് പറയുന്ന അത്ര വലിയ ഭഗീരഥ പ്രയത്നമൊന്നും ആവില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രത്യേകം നമ്മൾ എംഫസിസ് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ കോഴ്സ് എടുത്താലും ഈ ഒരു കൃത്യതയോടുകൂടി തന്നെയാണ് നമ്മുടെ കോഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ കാറ്റഗറി 1 ഉണ്ട്. കാറ്റഗറി 2ൽ നമ്മുടെ 2 ഓപ്ഷൻസാണ്, സയൻസ് ആൻഡ് മാത്സും സോഷ്യൽ സയൻസും. 2ൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. കാറ്റഗറി 3 ഇംഗ്ലീഷ്, മലയാളം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്. അപ്പോൾ ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് നിലവിൽ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരെന്താണ് ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നാളെ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കേണ്ട, എത്രയും വേഗം തന്നെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അത് കണ്ടു നോക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. എങ്ങനെയായാലും നിങ്ങൾ ഈ ഒരു എക്സാം പാസ്സാവുക എന്നതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും
ഇമീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും വേഗം എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ. ഈ ഒരു കേറ്ററ്റ് എക്സാമിനേഷൻ പാസ്സാവട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്